95% ഈ ഒരു ആൻഡ്രോജനിക് അലോപേഷ്യയാണ് മെയിൽസിൽ കാണപ്പെടുന്നത്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മൂലം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവാം. മെയിൻ ആയിട്ട് അയൺ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഇനി വൈറ്റമിൻസ് ആണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വൈറ്റമിൻ ഡി, അതേപോലെ സിങ്ക്, ബയോട്ടിന്, ഇതെല്ലാം ഹെയറിന് കൂടുതലായിട്ടും ആവശ്യമുള്ള വൈറ്റമിൻസ് ആണ്. അപ്പൊ ഇത് കുറഞ്ഞു കഴിഞ്ഞാലും കൂടുതലായിട്ടും ഹെയർ ഫോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് പ്രോട്ടീൻസ്. അപ്പൊ പ്രോട്ടീൻ ഇൻടേക്ക് കുറഞ്ഞു കഴിഞ്ഞാലും ഹെയർ ഫോൾ കൂടുതലായിട്ട് കാണപ്പെടാൻ ചാൻസ് ഉണ്ട്. മറ്റൊരു കാരണം ഹെയർ ഫോളിനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാരണങ്ങൾ, മേ ബി നമ്മുടെ ഫാമിലിയിലായിട്ട് ഹെയർ തിന്നിങ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. ഇനി അതല്ലാതെ ചില മെഡിക്കേഷൻസും ഹെയർ ഫോളിന് കാരണമാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കീമോതെറാപ്പി ഒക്കെ പറയുമല്ലോ, ക്യാൻസർ ട്രീറ്റ്മെന്റിൽ കീമോതെറാപ്പി മെഡിസിൻസ്, അതല്ലാതെ ചില ആന്റികോയാഗുലൻസ്, വാർഫാറിൻ പോലുള്ള ആന്റികോയാഗുലൻസ്, പിന്നെ ചില കൊളസ്ട്രോൾ മെഡിക്കേഷൻസും ഈ ഒരു ഹെയർ ഫോളിന് റീസൺ ആയിട്ട് പറയുന്നുണ്ട്. സ്റ്റാറ്റിൻസ് ഒക്കെ പോലെ, ടോർവാസ്റ്റാറ്റിൻ, അത് ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള മെഡിസിൻസ് ഒക്കെ ഹെയർ തിന്നിങ്ങിന് കാരണമാവുന്നുണ്ട്. ഇനി ഈ മെഡിക്കൽ അല്ലെങ്കിൽ ഈ ഒരു മെഡിസിൻസ് മൂലം ഉണ്ടാവുന്ന ഹെയർ ഫോൾ എന്ന് പറഞ്ഞാൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെസ്യൂം ആവുന്ന തരത്തിലുള്ളതാണ്. അതിനു പുറമെ സ്ട്രെസ്, അതേപോലെ വല്ല ട്രോമാസ്, നമ്മൾ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്, പോസ്റ്റ് സർജറി ഒക്കെ പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അവർക്കും ഹെയർ ഫോള് കാണപ്പെടുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ സ്ലീപ്പ്, നമ്മൾ കറക്റ്റ് സ്ലീപ്പ് ഒക്കെ കിട്ടിയിട്ടില്ലെങ്കിലും അതും ഈ ഹെയർ ഫോളിന് റീസൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഹെയർ ഫോൾ ഉള്ളവരാണെങ്കിൽ ഇനി ഇതേപോലെ ഏതെങ്കിലും റെമഡീസ് ഒക്കെ, ഹോം റെമഡീസ് ആയാലും ഒത്തിരി നമുക്ക് വീഡിയോസിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, റോസ്മേരി വെച്ചിട്ടുള്ള ഓയിൽസ്, അതിന്റെ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാം നമുക്ക് റെമഡീസ് ഒക്കെ ചെയ്യാം. കൂടെ ഹെയർ ഫോളിനുള്ള കറക്റ്റ് റീസൺ കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പെർമനന്റ് സൊല്യൂഷൻ ആയിട്ട് ഇത് ആ ഒരു പർട്ടിക്കുലർ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു റെമഡി മാറുള്ളൂ. സോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യാം. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.